ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ നാൻ്റെ റെസിപ്പിയാണ്. നമ്മളിതിൽ മുട്ടയൊന്നും ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളിത് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന മാതിരി തവയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് പൊന്താൻ വെക്കണം. ഇപ്പോൾ ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെടുക്കുന്ന വെള്ളത്തിൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട മൈദ ഒന്ന് എടുത്ത് വയ്ക്കാം. അപ്പം ഞാനൊരു 4 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു കപ്പിലാണ് മൈദ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പാൽപ്പൊടിക്ക് പകരം പാൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബട്ടറിന് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയ ചൂടുവെള്ളം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെ കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവ് നമ്മുടെ കയ്യിലൊട്ടുന്നുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് എണ്ണ തടവിയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ മാവ് ഡ്രൈ ആയിട്ടിരിക്കാൻ പാടില്ല. ചെറിയൊരു നനവോട് കൂടെ തന്നെ ഇരിക്കണം. അപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കൂടെ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി ഇതൊരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വരും. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഉരുളകളാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് മാവിട്ട് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാ വശവും ഒരേപോലെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന മാതിരി അത്രയ്ക്ക് കട്ടി കുറച്ച് പരത്തിയെടുക്കണ്ട. കുറച്ച് കട്ടിയോടുകൂടി തന്നെ പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഈ ഒരു ആകൃതിയിലല്ലോ ഞാൻ വരാറുള്ളത്. അപ്പം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് തവ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചൂടോടുകൂടെ തന്നെ ഇതിൻ്റെ മേലേക്ക് കുറേശ്ശെ ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടെ തന്നെ തേച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഇതുപോലെ ഒന്ന് ചുട്ടെടുത്ത് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഞാൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത നാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ട് ഇനി ഇതുപോലെ ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാനൊക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ.